മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിലെ വളരെ രസകരമായ ഒരു രംഗമുണ്ട്. തറവാട്ടില് കഥകളി നടക്കുകയാണ് രാത്രി പാതിരയ്ക്ക്. അപ്പോൾ അതിൽ ആ കഥകളിയിൽ എല്ലാവരും അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. രസകരമായ നാടകീയമായ രംഗം കഥകളിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചെണ്ടമേളത്തിൻ്റെയും അതിൻ്റെ പക്കമേളത്തിൻ്റെയും ഒക്കെ അതിലൊക്കെ ആളുകൾ ഇങ്ങനെ ലയിച്ച് നിൽക്കുമ്പോഴാണ് ചിത്തരോഗിയായ ഗംഗ അവിടെ കഥകളി കാണാൻ ഇരുന്നിടത്ത് നിന്ന് പതുക്കെ ഊരിപ്പോകുന്നത്. മാടമ്പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതിനെ തുടർന്നുണ്ടാവുന്ന രംഗങ്ങളുണ്ട്. സംഘർഷഭരിതമായ രംഗങ്ങളിലേക്ക് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവരും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഊരിപ്പോകുന്ന ഈ ചിത്തരോഗിയുടെ ഒരു കഴിവ് ആ സിനിമയിൽ നമുക്ക് കാണാൻ. സമാനമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ തോന്നിയത് ഈ മണിച്ചിത്രത്താഴിൻ്റെ രംഗത്തോടാണ്. നമ്മളൊക്കെ പെഹൽഗാമിലെ ഈ നിഷ്ഠൂരമായിട്ടുള്ള ഈ കൊലപാതകം, വിനോദസഞ്ചാരികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെ അപലപിക്കുകയും അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കുകയും അതിൽ വല്ലാതെ വേദനിക്കുകയും ശത്രു രാജ്യമായ പാകിസ്ഥാനോട് പക തോന്നുന്ന രീതിയിലുള്ള മനോഭാവത്തിലേക്ക് മാറുകയും നമ്മുടെ മാധ്യമങ്ങളിലാകെ തന്നെ യുദ്ധകഥകൾ പോലുള്ള കഥകൾ സീരിയലായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ പൊട്ടും എന്നുള്ള തരത്തിലുള്ള നേതാക്കളുടെ പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലാണ്. അവിടെയാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ തീവ്രവാദികളുടെ തെരച്ചിൽ നടക്കുന്നു, ഇപ്പോൾ പിടിക്കും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ സംഘർഷഭരിതമായ കഥയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നടന്നു. അപ്പോഴാണ് ഈ കഥ, ഈ ഒരു സംഭവം അത്രയൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത്. എന്നാൽ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല. കാരണം സമയം അതല്ലല്ലോ. നമ്മളെല്ലാം യുദ്ധകഥകളിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചിത്തരോഗിയായ ഗംഗ എഴുന്നേറ്റ് പോകുന്നത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പോലും അത് അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയത് മറ്റൊന്നുമല്ല, സൗത്ത് മുംബൈയിലെ ഒരു വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ EDയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസാണ്. ആ സോണൽ ഓഫീസിന്റെ 4ാം നിലയിൽ ഒരു നട്ടപ്പാതിരയ്ക്ക് തീപിടുത്തമുണ്ടാകും. ചില പത്രങ്ങൾ അതിന്റെ കാരണം പോലും എഴുതി കഴിഞ്ഞു, അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാകുന്നൊക്കെ. അവരെന്ത് അന്വേഷണമാണ് നടത്തിയെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ വാർത്തകൾ വന്നു. 4ാം നിലയിലെ തന്നെ മെസ്നൈൻ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിനിടയിലുള്ള ഒരു ഫ്ലോർ, ആ ഫ്ലോറിലാണ് തീപിടുത്തമുണ്ടായത്. എന്നിട്ട് രാത്രി 2 മണി 2:30 തന്നെ ഈ തീപിടുത്തം അവിടുത്തെ കാവൽ ജീവനക്കാരെ അറിയുന്നു. അവർ ഉടനെ പോലീസിൽ അറിയിക്കുന്നു. പോലീസ് ഉടനെ ഫയർഫോഴ്സിൽ അറിയിക്കുന്നു. ഫയർഫോഴ്സ് ഏതാനും മിനിറ്റുകൾക്കകം, 1 മണിക്കൂറിൽ താഴെയായി തന്നെ സർവ്വസജ്ജമായി അവിടേക്ക് എത്തും. 4 നില കെട്ടിടമാണ്. അതിൽ 1ാം നിലയിലോ 2ാം നിലയിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ഒന്നും പ്രശ്നങ്ങളില്ല, 3ാം നിലയിലും പ്രശ്നങ്ങളില്ല. 4ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലാണ്. ആ പല ഫയലുകളും പല രേഖകളും ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഭാഗത്തുകൂടെയും ഫയർ എഞ്ചിനുകൾക്ക് പ്രവഹിക്കാൻ കഴിയുന്ന, വളരെ വേഗത്തിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഒരുക്കം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യമുള്ള ഒരു കെട്ടിടത്തിൽ ആ രാത്രി 3-3:30 മണിയോടുകൂടി പുലർച്ചെ 3:30 മണിയോടുകൂടി എത്തുന്ന ഫയർ എഞ്ചിനുകൾ, 1-2 8 ഫയർ എഞ്ചിനുകൾ, അതുപോലെ തന്നെ 6 ജെട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന കെട്ടിടങ്ങളിൽ ഇതുപോലുള്ള അഗ്നിബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സ്പ്രേ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ 6 ഉപകരണങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ടാങ്കുകൾ, വാട്ടർ ടാങ്കുകൾ, മറ്റ് ഉപകരണങ്ങൾ, അങ്ങനെ സർവ്വസജ്ജമായിട്ടാണ് ആ കെട്ടിടത്തിലേക്ക് ഫയർഫോഴ്സ് പാഞ്ഞെത്തിയത്. പക്ഷേ രസകരമെന്ന് പറയട്ടെ, ഏതാണ്ട് 12 മണിക്കൂർ എടുത്തു ഈ 4 നിലകളിൽ. ഒരു നിലയിൽ ഏതാണ്ട് 2000 ചതുരശ്ര മീറ്റർ ഏരിയ ഉണ്ടെന്നാണ് അറിയുന്നത്. അതിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെയും ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 12 മണിക്കൂർ എടുത്തിട്ടാണ് അതിൻ്റെ തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നാണ്. 12 മണിക്കൂർ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സമയമല്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നാണ് ഫയർഫോഴ്സ് അവകാശപ്പെടുന്നത്. വാർത്തകൾ പുറത്തു വരുന്നതും അങ്ങനെയാണ്. ഞാൻ ആലോചിക്കുന്നത്, വാർത്തയുടെ താഴെ എന്തെല്ലാം കത്തിപ്പോയി എന്ന് നോക്കുമ്പോൾ കുറെ ഫയലുകളും മേശ കസേര പോലുള്ള ഫർണിച്ചറുകളും ഒക്കെ കത്തിപ്പോയി എന്നാണ് പറയുന്നത്. ഇത് കത്തിപ്പോകുന്നതിന് തടയുന്നതിന് 4ാം നിലയിലേക്ക് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കുന്ന ശ്രമം നടത്തുമ്പോൾ
എന്താണ് ഇത്രയൊക്കെ കത്താനുള്ളത് എന്ന് നിങ്ങൾ സംശയിച്ചു പോകരുത്. എനിക്കിത് വേറൊരു തീപിടുത്തം ഓർമ്മ വരുന്നത് കോഴിക്കോട് കുണ്ടായിത്തോടിന് സമീപം വലിയ ഒരു ഷെഡിൽ, അനധികൃതമായി നിർമ്മിച്ച ഷെഡാണ്. ആ ഷെഡിൽ അനധികൃതമായി വാങ്ങിക്കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യം, ആ പ്ലാസ്റ്റിക് മാലിന്യം വളരെ ഉയരത്തിൽ തന്നെ ലെയറായി സൂക്ഷിച്ചെടുത്ത് തീപിടുത്തമുണ്ടായി. ഞാൻ അവിടെ ചെന്നതാണ്. ആ സമയത്ത് തീപിടുത്തം അണയ്ക്കുന്നതിന് വേണ്ടി 2 എഞ്ചിനുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തീ അണയ്ക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ സൂക്ഷിച്ച മാലിന്യങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീ പിടിക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ച് കെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. പക്ഷെ അങ്ങനെയൊരു സാഹചര്യമൊന്നും EDയുടെ ഓഫീസിൽ കുറേ ഫയലുകളും കുറേ മേശയും കസേരയും ഒക്കെയുള്ള കേർട്ടൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെയുള്ള ഒരു ഓഫീസിൽ ഈ തീപിടുത്തം ഉണ്ടായിട്ട് 12 മണിക്കൂർ എടുത്തിട്ടും ഒരു ലെയറിൽ മാത്രമാണ്, ഒരു നിലയിൽ മാത്രമാണ്, ആളപായമില്ല, ഒരു കുട്ടി പോലുമില്ല. കാരണം രാത്രിയുടെ അന്ത്യയാമത്തിലാണ് തീ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റീസും ഇല്ല. അപ്പോൾ ആളുകളെ മാറ്റാനോ അങ്ങനെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു നിലയിലുള്ള മേശയും കസേരയും കുറേ കടലാസുകളുമൊക്കെ കട്ടൺ തുണികളുമൊക്കെ കത്തിപ്പോകുന്നതിന് തടയാൻ 12 മണിക്കൂർ എടുക്കും തീ അണയ്ക്കാൻ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് അവർ അവിടേക്ക് സ്പ്രേ ചെയ്തിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഓക്സിജൻ ആണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതാണ് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. സോണൽ ഓഫീസ്, EDയുടെ മുംബൈ സോണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓഫീസല്ല, വലിയ വലിയ പ്രമാദമായ ഇന്ത്യയെ തന്നെ വിഴുങ്ങിയ കേസുകളുടെ ഫയലുകൾ ഉറങ്ങുന്ന ഓഫീസാണത്. മെഹുൽ ചോസ്കിയെ പോലെ, നീരവ് മോദിയെ പോലെ, ഛഗൻ ഭുജ്ബലിനെ പോലുള്ള പ്രമാദമായിട്ടുള്ള കേസുകൾ, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ, തട്ടിപ്പ് നടത്തിയ കഥകളൊക്കെ ഉൾപ്പെടുന്ന കേസുകളുടെ ഫയലുകൾ ഉറങ്ങുന്ന ഓഫീസാണ് ഈ EDയുടെ ഓഫീസ്. ED ഇപ്പോൾ പറയുന്നത് അതെല്ലാം ഡിജിറ്റൽ രേഖകളാണ്, അതൊക്കെ സെർവറിൽ സുരക്ഷിതമാണ്, ആ കേസുകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, കണ്ടു തന്നെ അറിയാം. ഇന്നത്തെ കാലത്ത് പല രേഖകളും ഡിജിറ്റൈസ് ചെയ്യാറുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്തായാലും ഈ തീപിടുത്തവും അത് തീയണയ്ക്കാൻ എടുത്ത സമയവും ഒക്കെ സംശയാസ്പദമാണ്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ചോസ്കിയെ ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നീരവ് മോദിയുടെ അമ്മാവനാണ്. ഏതാണ്ട് 14,000 കോടി രൂപയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വഞ്ചിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത്. അവരിതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പഹൽഗാം സംഭവം ഉണ്ടായ സമയത്ത് അതിലേക്ക് എല്ലാവരുടെയും ഫോക്കസ് പോയപ്പോൾ അതിൻ്റെ കഥകൾ, അതിനനുബന്ധ കഥകൾ, അതുമായി ബന്ധപ്പെട്ട സംഘർഷ കഥകളൊക്കെ ആളുകളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ അതാ യാതൊരു തരത്തിലും വേണ്ടത്ര ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയി എന്നുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഞാൻ ചിന്തിക്കുന്ന ഒരുപക്ഷെ ഇങ്ങനെയൊരു ഈ ബെൽജിയത്തിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ആ കേസിൻ്റെ കാര്യങ്ങളിൽ കുറെ കൂടി പുരോഗതി ഉണ്ടാവും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനെ തുടർന്ന് ഞാൻ കരുതുന്നത് ഈ പഹൽഗാം സംഭവം ഉണ്ടാക്കി അവിടെ വന്ന് തോക്കെടുത്ത് ആളുകൾക്ക് നേരെ നിറയൊഴിച്ച ഈ പറയുന്ന അക്രമികളെ, അവർക്ക് വേണ്ട പണം പോലും കൊടുത്തത് ഈ പറയുന്ന നീരവ് മോദിയോ മെഹുൽ ചോസ്കിയോ ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പോലും ചിന്തിക്കേണ്ടി വരികയാണ്. കാരണം ഇതെല്ലാം കണക്റ്റഡായി വരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള അഴിമതി നടന്നിട്ട് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ സുപ്രധാനമായ ഓഫീസ് കത്തിപ്പോവുകയും ആ ഓഫീസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സംശയമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ചിത്തരോഗികൾ ഇങ്ങനെ കളന്നിറയുമ്പോൾ നമ്മളെല്ലാവരും കഥകളി കണ്ടിരിക്കുന്ന പാവം സാധാരണക്കാരായ പ്രേക്ഷകരായി മാറുകയാണ്.